നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഫലസ്തീനിലെ എന്റെ അബദുകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എന്റെ റബ്ബ് ചോദിക്കുമ്പോ, യാ റബ്ബി, നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ നോമ്പെടുത്ത് അവരോടൊപ്പം നിന്നിട്ടുണ്ടല്ലാ എന്ന് പറയാനെങ്കിലും നമുക്ക് പറ്റേണ്ട സഹോദരങ്ങളെ. ഓരോരുത്തരും കുടുംബത്തിൽ ചെന്ന് പറയണം, തിങ്കളാഴ്ച ദിവസം യെരമൻ നിവാസികൾ മുഴുവൻ നമുക്ക് നേർച്ചയാക്കി തന്നെ നോമ്പ് പിടിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നോമ്പിന്റെ ഫലം എന്നോണം അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാകട്ടെ. നമുക്കും ഒരു ബോധ്യം വേണം. വയറ് നിറയെ രാവിലെ ഇടയത്താഴം കഴിക്കാനല്ല. നമ്മൾ കഴിയുന്നവർ, അസുഖബാധിതരായ ആളുകൾക്ക് ചിലപ്പോൾ നന്നായി ഭക്ഷണം കഴിക്കേണ്ടി വരും. അല്ലാത്ത ആളുകളൊക്കെ ഒന്നോ രണ്ടോ കാരക്കയും വെള്ളം മാത്രം കഴിക്കുക രാവിലെ. എന്തിനാണത്? അത് മതി, നോമ്പ് പിടിക്കാൻ അത് മതി. വിശപ്പറിയാനും കൂടെയാണ് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഒരു 11 മണി അല്ലെങ്കിൽ 12 മണി തൊട്ട് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വയറിങ്ങനെ വിശന്നു തുടങ്ങുമ്പോ, യാ റബ്ബി, ഒരു ദിവസത്തെ പട്ടിണി പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലാ. എന്റെ സഹോദരങ്ങൾ എത്രയോ ദിവസമായി പട്ടിണിയാണല്ല. ഈ വിശപ്പിന്റെ വിളി നീ കേൾക്കണയല്ല. നമുക്ക് മനസ്സറിഞ്ഞു ദ്വാരക്കാൻ പറ്റും. ഈ പ്രവർത്തനം കൊണ്ട് യാ റബ്ബി, നാളെ അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗത്തിൽ ചേർക്കണേ തമ്പുരാനെ. ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ. എന്ന് തീരും ഈ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ? ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല, അറബിപ്പൻ വിളയുന്ന